മീനാക്ഷി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുണ്ടൻചോലയിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് കണ്ടില്ലേ? അതിന് വേറെ കുളത്തിലേക്കാണ് വന്ന് വീഴുന്നത്. പിന്നെ ഇനിയിപ്പോൾ കുട്ടിക്കാലങ്ങളിലൊക്കെ ഇവിടെ ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെ ഈ കുളം കണ്ടില്ലേ? കുളത്തിൽ നിറയെ മീനുണ്ട്. കുട്ടികളാകുമ്പോഴും ഞങ്ങൾ മീനൊക്കെ പിടിച്ചു തരുന്നു. പിന്നെ ഇതിലൊക്കെ നല്ല ഭയങ്കര ആർമാദിക്കല പിള്ളേർ ഒക്കെ കൂടെ ഞങ്ങളൊക്കെ കൂടി വെള്ളത്തിൽ ചാടലും മീൻ പിടിക്കലും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു കോറിയുടെ ഭാഗം ഉണ്ടല്ലോ, ഞാനത് പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇനി കോറിക്ക് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ചെറുതായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തീരെ 2 ദിവസമായിട്ട് തീരെ വയ്യായിരുന്നു. പനി പിടിച്ചു നല്ല കാലിൻ്റെ മേലെയൊക്കെ ഭയങ്കര നീര് വന്നു. ഡോക്ടറെ കാണാനൊക്കെ പോയി. അതുകൊണ്ട് എനിക്ക് കുറച്ച് ദിവസം കൂടി കഴിയട്ടെ, എന്നിട്ട് വേണം കാട്ടിലേക്ക് ഏറ്റവും ടോപ്പിലേക്ക് ഒന്ന് കയറണം എന്നുണ്ട്. കോറിയൊക്കെ ഒന്ന് കാണണം. കോറിയൊക്കെ ഇതിലേക്ക് പിടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവാണല്ലോ, എന്നാലും ഉണ്ട് ഈ ഭാഗത്ത് കൂടെയൊക്കെ വെള്ളം കാണാൻ. ഇവിടെ ഒരു അമ്പലക്കുളമുണ്ട്. ഇവിടെ ആ അമ്പലക്കുളത്തിലേക്ക് പോയിട്ട് വരുമ്പോൾ ഞങ്ങൾ കുറച്ച് ഇവിടെ അടുത്തൊരു കടയൊക്കെ ഉണ്ട്. ആ കടയിൽ നിന്ന് കുറച്ച് പരിപ്പ് വടയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു പാറയുടെ മുകളിലൊക്കെ ഇരുന്നിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരികൾ, അതായത് അയൽവാസിയാണ് ഇവിടുത്തെ ചേച്ചിൻ്റെ വീടിൻ്റെ, അവർ ചെറുതായിട്ടൊരു കുടുംബമൊക്കെ ഉണ്ട്. അവിടെ ഉണ്ട് ലക്ഷ്മി, പിന്നെ അങ്ങനെ 2-3 പിള്ളേരുണ്ട്. അവരൊക്കെ ഞങ്ങളൊക്കെ കൂടെ ഇരുന്നിട്ട് പിന്നെ വടയൊക്കെ കഴിക്കുമ്പോൾ ഓരോരോ സാധനം തന്നു. പിന്നെ ചെറിയ കുട്ടികളാണ്, പിന്നെ 5-ലോ 6-ലൊക്കെ ഉള്ളൂ. ഞാനും എൻ്റെ ചേച്ചി, ഞാൻ ചെറിയ കുട്ടികളാണ്, എനിക്ക് കൂടുതൽ നീന്താനൊന്നും അറിയില്ല. അത് കാരണം ചേച്ചി കൂടെ പോരും. ചേച്ചീൻ്റെ കൂടെ വന്നിട്ട് പിന്നെ വലിയ ആളില്ലാത്ത ഭാഗത്ത് കൂടെയൊക്കെ നിന്ന് ഞാൻ ഭയങ്കര ചാടിക്കളിക്കലാണ്. മീനൊക്കെ പിടിക്കും. നല്ല മീനുകളുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ മോള് രണ്ടാമത്തെ മോളാണ്. അവളെ പെരിന്തൽമണ്ണ കക്കൂത്തേക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയ കുട്ടികളാകുമ്പോഴൊക്കെ ഞങ്ങൾ ഭയങ്കര ജോലിയിൽ ഭയങ്കര ചാടിക്കളിക്കലാണ്. ഇപ്പോൾ വലിയ വലുതായില്ലേ. പിന്നെ അതല്ല, ഇപ്പോൾ പിന്നെ ഞങ്ങൾ വെറുതെ ഒന്ന് ഈ കാട്ടിലേക്ക് വന്നിട്ട് കയറിയതാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ വഴിക്ക് ഒന്നുണ്ട്. പിന്നെ ഞാൻ പിന്നെ തപ്പി തടഞ്ഞിട്ടൊക്കെയാണ് നടക്കുക. കാരണം എനിക്ക് ഈ കുന്നും മലയിൽ കൂടെ ഒന്നും കയറിയുള്ള പരിചയശീലമൊന്നുമില്ല. പിന്നെ കൂടെ അങ്ങനെ നടന്ന വരുന്നതല്ലേ. പിന്നെ മരത്തിൻ്റെ അരികിൽ നിന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ അഭിപ്രായമൊക്കെ പറയണേ. പെരിന്തൽമണ്ണയിൽ കാടും കുന്നുകളൊന്നും ഇല്ലല്ലോ, വെറും ഈ റോഡും പരന്ന ഒക്കെ അല്ലേ. പണ്ട് എൻ്റെ കുട്ടിക്കാലങ്ങളിൽ പിന്നെ ഞങ്ങളുടെ ആ ഭാഗത്ത് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ചോല ഉണ്ടായിരുന്നു കുട്ടിക്കാലങ്ങളിൽ. ഇപ്പം ആ ചോലയൊക്കെ ഏതാണ്ടൊക്കെ തൂർത്ത് കഴിഞ്ഞ് അവിടെയൊക്കെ ഇപ്പോൾ ബൈപ്പാസ് റോഡ് വന്നിട്ടുണ്ടല്ലോ. പണ്ടൊക്കെ പിന്നെയും കാണാനൊരു ഇതുണ്ടായിരുന്നു എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത്. പിന്നെ അതിലെ ആ ജൂബിലിയിൽ നിന്ന് ഇങ്ങോട്ട് കയറിയിട്ട് പിന്നെ ബൈപ്പാസ് റോഡിലേക്കുള്ളപ്പോൾ വഴിയൊക്കെ ഉള്ളതിനെ കൊണ്ട് ഇപ്പോൾ കാണാൻ. പക്ഷേ പണ്ടത്തെ ആ ഒരു ഇത് ഇല്ല. ഇപ്പോൾ ടൗണായി മാറിയില്ലേ. അപ്പോൾ മക്കളെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും മീനാക്ഷി ബ്ലോഗിൻ്റെ വക ബായ്.